ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വയുഹ്യിൽ അർദ ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ ഈ ആയത്താണ് പഠിച്ചു വന്നത്. യുഖ്രിജു അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചല്ലേ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദി വഅശിയൻ വഹീന തുദ്ഹിറൂൻ. അല്ലാഹു യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി, മയ്യിത്തിൽ നിന്ന് അവൻ ഹയ്യിനെ പുറത്തു കൊണ്ടുവരുന്നു. വയുഖ്രിജുൽ മയ്യിത, മയ്യിത്തിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. മിനൽ ഹയ്യ്, ഹയ്യിൽ നിന്ന്. മയ്യിത്ത് ജീവനറ്റത്, ഹയ്യ് ജീവനുറ്റത്. വയുഹ്യിൽ അർദ ബഅദ മൗതിഹ, വയുഹ്യി അല്ലാഹു ജീവനേകുന്നു, ജീവനിടുന്നു. അൽ അർദ, അർദിന്, ബഅദ മൗതിഹ അതിന്റെ മൗത്തിനപ്പുറം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ അൽ ഹയ്യ അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, മിനൽ മയ്യിത്ത്. ഇതാണ് പറഞ്ഞത്, ഹയ്യ മിനൽ മയ്യിത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുഖ്രിജു അൽ ഹയ്യ മിനൽ മയ്യിത്തി, ഹയ്യിനെ മയ്യത്തിൽ നിന്ന് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ മയ്യത്തിനെ ഹയ്യിൽ നിന്ന്. ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? അപ്പോൾ പല ആശയങ്ങളാണ് പറഞ്ഞത്. അതിലൊന്ന് എന്താ, നമ്മൾ അവിടുന്നാണ് ക്ലാസ് നിർത്തിയത്. ഈ മയ്യത്തിൽ നിന്ന്, ജീവനറ്റതിൽ നിന്ന് ജീവനുറ്റതിനെ, ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു അള്ളാഹു. ഇത് വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് അള്ളാഹു പറഞ്ഞാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടത്ത്, സൂറത്ത് ആലി ഇംറാനിൽ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിൻ നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. ഇങ്ങനെ സൂറത്ത് യൂനുസിൽ, അതേപോലെ സൂറത്ത് അൻആമിൽ ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വമുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ്. മുഖ്രിജ്. ഇങ്ങനെ ഏതായാലും അള്ളാഹുവിൻ്റെ ഒരു അപാരമായ കഴിവിനെയാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം എന്താ? അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, പിന്നെ ഈ ഒരു കൂട്ടർ പറഞ്ഞത് ബൈബിളിൽ നിന്ന് അല്ലെ, മുട്ടയിൽ നിന്ന് എന്ത് വരുന്നു? കിളികൾ വരുന്നു. അതേപോലെ തന്നെ കിളികളല്ലാത്തത് വരുന്നില്ലേ, ഈ ഉരകങ്ങൾ, അതേപോലെ തന്നെ മറ്റു പ്രാണികൾ, ഇതൊക്കെ വരുന്നില്ലേ. അപ്പോൾ ബൈബിൾ ജീവനില്ലാത്തതാണ്, മയ്യത്താണ്. അതിൽ നിന്നാണ് ഹയ്യായ പറവകളും പാമ്പുകളും മറ്റു ഇങ്ങനത്തൊക്കെ വരുന്നത്. പെട്ടെന്ന് പറയും മുട്ടയിൽ നിന്ന് കോഴി വരുന്നത്. അതെന്തുകൊണ്ടാണ് ആ ഉദാഹരണം പെട്ടെന്ന് വരുന്നത്? ഒരു കോഴി ഒരു മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെ ഒരു മുട്ട ഇട്ടിട്ടുള്ളൂ, പക്ഷെ അത് നാടാകെ അത് പറഞ്ഞു നടക്കും അല്ലേ, കൂകി അറിയിക്കും. ഒരു മത്സ്യം എത്ര മുട്ടയിടും? 1000 മുട്ടയിടും, പക്ഷെ ആരും അറിയില്ല. പക്ഷെ കോഴി ഒരു മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും അറിയും. അതുകൊണ്ടാണ് കോഴിൻ്റെ ഉദാഹരണം എല്ലാവർക്കും വേഗം വരുന്നത്. വേറൊരു വിഭാഗം പറഞ്ഞത് ഈ നവ എന്ന് പറഞ്ഞാൽ പിന്നെ വിത്ത് അല്ലേ, കായ്കൾ, അതിൽ നിന്ന് വൃക്ഷങ്ങൾ അല്ലേ. ഇത് നവ. ഒരു തമ്ര, ഒരു കാരക്ക, അതിൻ്റെ കുരു, അതാണ് നവ, കുരു. അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഒരു ഷജറ, നഖല, ഈത്തപ്പന ഉണ്ടാകുന്നത് അല്ലേ. നവയിൽ നിന്ന്, കുരുവിൽ നിന്നുണ്ടാകുന്നു ഈത്തപ്പന ഉണ്ടാകുന്നു. അതേപോലെ തന്നെ മരങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഹബ്ബ് എന്ന് പറഞ്ഞെങ്കിൽ
ധാന്യം, ധാന്യവിത്ത്, അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? സസ്യലതാദികൾ ഉണ്ടാകുന്നത്. അതേപോലെ കഴിഞ്ഞ വിശദീകരിച്ചു വെച്ചത് ആരെ കുറിച്ചാ? മുഅ്മിൻ, അൽ മുഅ്മിൻ വിശ്വാസി ജനിക്കുന്നു ആരിൽ നിന്ന്? കുഫറിൽ നിന്ന്, കാഫറിൽ നിന്ന്. അപ്പോ ഇവിടെ ഹയ്യ് ജീവൻ എന്നുള്ളത് എന്താണ്? ഈമാനാണ്. മയ്യിത്ത് അതെന്താണ്? കുഫറാണ്. അവിടെ നമ്മൾ ആരെ കുറിച്ച് പറഞ്ഞത്? ആരെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? ഒരു ഉദാഹരണം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തൂതാണല്ലോ ചെയ്തത്. ആരുടെ വിഷയത്തിൽ? ആളെ പേരെന്താ? എത്ര സ്ത്രീയാണ്, എളുപ്പമുണ്ട്. ഖാലിദ അല്ലെ? ഖാലിദ ബിൻതുൽ അസ്വദ്. ഖാലിദ ബിൻതുൽ അസ്വദ് ഇബ്നി അബ്ദി യഗൂസ് ഇബ്നി വഹബ് ഇബ്നി അബ്ദി മനാഫ് ഇബ്നി സുഹ്റ ഇബ്നി കിലാബ് ഇബ്നി മുറ. നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മന്റെ കുടുംബമാണ് ബനു സുഹ്റ. ആ ബനു സുഹ്റയിൽപ്പെട്ട മഹദി ഖാലിദ. ഇവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ വീട്ടിൽ അല്ലെങ്കിൽ മസ്ജിദിൽ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം കണ്ട് റസൂലുള്ളാഹി ആയിഷയോട് ചോദിച്ചു, ഇതാരാണ്? അപ്പൊ നിങ്ങളുടെ ഖാലാത്തിൽപ്പെട്ട നിങ്ങളുടെ മാതൃ സഹോദരിമാരുടെ മാതൃകുടുംബത്തിൽപ്പെട്ടവരാണെന്ന് പറയാം. അപ്പൊ ഈ മദീനയിൽ അവരെ വിരളാണല്ലോ, ഇല്ലല്ലോ. റസൂലുള്ളാഹിന്റെ ഉമ്മന്റെ കുടുംബക്കാർ മദീനയിൽ കുറവാണ്, ബനു സുഹ്റ. അപ്പൊ പറയാണ് പിന്നെ ഇത് ഖാലിദ ബിൻതുൽ അസ്വദ് ഇബ്നി അബ്ദി യഗൂസ്. അസ്വദ് ഇബ്നി അബ്ദി യഗൂസിന്റെ മകൾ ഖാലിദ എന്ന് പറയാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, മയ്യിത്തിൽ നിന്നുള്ള ഹയ്യിനെ കൊണ്ടുവരും. ഖാലിദ ഹയ്യ, അസ്വദ്. ഈ അൽ അസ്വദ് അദ്ദേഹത്തിന്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഖാലിദ ബിൻത് അൽ അസ്വദ്, ഈ അൽ അസ്വദ് ഇബ്നു അബ്ദി യഗൂസ് അസ്സുഹരി, ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇവന്റെ പെരടി തിരിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖാലി എൻ്റെ ഖാലാണെന്ന് പറയുന്നു. അപ്പൊ ജിബ്രീൽ പറയുന്നുണ്ട്, ദഅഹു അൻക, ഇവനെ വിടാൻ പറയാം. ഓന്റെ കാര്യങ്ങൾ നോക്കണ്ട, ഖാലാണെങ്കിലും കാര്യം നോക്കണ്ട പറയാം. കാരണം അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ച ഒരു മനുഷ്യരായിരുന്നു ഈ അൽ അസ്വദ് ഇബ്നു അബ്ദി യഗൂസ്. വിശുദ്ധ ഖുർആനിൽ ഇന്നാ കഫൈനാക്കൽ മുസ്തഹസീൻ എന്ന ആയത്തിറക്കി. ഇന്നാ കഫൈനാക്കൽ മുസ്തഹസീൻ, സൂറത്തുൽ ഹിജ്റിൽ. എന്താ ഇതിന്റെ അർത്ഥം? ഇന്നാ കഫൈനാക്കൽ മുസ്തഹസീൻ, പരിഹാസികളെ കൈകാര്യം ചെയ്യാൻ, പരിഹാസികളെ അങ്ങേക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ നാം മതി എന്ന് പറയണം. എൻ്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുന്നവർ അവരെ അള്ളാഹു കൈകാര്യം ചെയ്യും, റസൂലുള്ളാഹി കൈകാര്യം ചെയ്യേണ്ടെന്നാ പറയുന്നത്. ഈ ആയത്തിറങ്ങിയത് അഞ്ചാളുടെ വിഷയത്തിലാണ്. ഇന്നാ കഫൈനാക്കൽ മുസ്തഹസീൻ. അത് സീറത്ത് ഇബ്നു ഹിഷാമിലും പിന്നെ ഇബ്നു ഇസ്ഹാഖിന്റെ സീറയിലൊക്കെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. തഫ്സീറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അഞ്ചാൾ. അതിൽ ഒന്ന് ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട അൽ അസ്വദ് ബിനുൽ മുത്തലിബ്. ഇതേ പേര് തന്നെ, അസ്വദ് ബിനുൽ മുത്തലിബ് അൽ അസദി അബൂ സമ്മ. രണ്ടാമത്തെ ആള് ഈ അസ്വദ് അൽ അസ്വദ് ബിൻ അബ്ദി യഗൂസ് അസ്സുഹരി. റസൂലുള്ളാഹിനെ പരിഹസിച്ചിട്ട് അത് പാരമ്യതയിൽ കൊണ്ടെത്തിച്ച ആളാണ്. മൂന്നാമത്തെ ആള് അൽ ഹാരിസ് ബിൻ തലാത്തില ബനു ഖുസാ ഗോത്രക്കാരൻ. നാലാമത്തെ ആള് അൽ വലീദ് ബിൻ അൽ മുഗീറ ബനു മഖ്സൂം അൽ മഖ്സൂമി, ഖാലിദ് ബിൻ വലീദിന്റെ ഉപ്പ അൽ വലീദ് ബിൻ അൽ മുഗീറ. അഞ്ചാമത്തെ ആള് അൽ ആസ് ഇബ്നു വാഇൽ സഹമി, ബനു സഹമിൽപ്പെട്ട അൽ ആസ് ബിൻ വാഇൽ സഹമി. ഇവർ ഈ അഞ്ചാളും വളരെ നിന്ദ്യമായ രീതിയിലാണ് ഈ ദുനിയാവെന്ന് പോയത്. ഇവന്റെ വയറ് വീർത്ത്, അൽ അസ്വദ് ബിനു അബ്ദു യഗൂസ്, അയാളുടെ വയറ് വീർത്ത് തല പിന്നെ അതേപോലെ തന്നെ നീര് നിറഞ്ഞ രീതിയിലാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഇഷാറയെ നടത്തിയുള്ളൂ ഇവനെ. അങ്ങനെയാണ് ഇവന്റെ കാലം കഴിയുന്നത് എന്നുള്ളതാണ് എന്റെ ചരിത്രം. കാരണം അള്ളാഹ് പറഞ്ഞാണ് ഇവരെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതി. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു മഹദിയായിരുന്നു ഉമ്മു ഉബൈസ്. ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട് ഉമ്മു ഉബൈസ് അല്ലെങ്കിൽ ഉമ്മു ഉനൈസ്. ഈ ഉമ്മു ഉബൈസ് ബനു സഹറ കുടുംബം, റസൂലുള്ളാഹിന്റെ ഉമ്മന്റെ കുടുംബം, ബനു സഹറ കുടുംബത്തിലെ ഒരു മൗലാത്തായിരുന്നു, ഒരു അടിമ പെണ്ണായിരുന്നു. പക്ഷെ അവർ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിനെ അവരെ പീഡിപ്പിച്ചത് ഈ അൽ അസ്വദ് ബിൻ അബ്ദി യഗൂസ്.
ആ മഹദിയെ പീഡിപ്പിച്ച ഉമ്മു ഉബൈസിനെ പീഡിപ്പിച്ച പിന്നെ വ്യക്തിയായിരുന്നു, ബനു സുഹറയിലെ വ്യക്തിയായിരുന്നു അൽ അസ്വദ് ഇബ്നു അബ്ദി യഊസ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത്. മുപ്പര മകൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇങ്ങനെ ഒരു നിഷ്ഠയിൽ ഒരു മഹദി എന്ന് പറയുമ്പോൾ അവിടെ റസൂൽ ഓതി യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് എന്ന് ഓതിയ മറ്റൊരു മഹദിയാണ് ഉമ്മു കുൽസൂം. ഈ ഉമ്മു കുൽസൂം ബിൻതു ഉഖ്ബ ഇബ്നു അബി മുഅയ്ത്ത്. ഉഖ്ബത്ത് ഇബ്നു അബി മുഅയ്ത്തിന്റെ മകൾ ഉമ്മു കുൽസൂം. ഉഖ്ബത്ത് ഇബ്നു അബി മുഅയ്ത്ത് ആരാ? ഉഖ്ബത്ത് ഇബ്നു അബി മുഅയ്ത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ ഏറെ ദ്രോഹിച്ചിരുന്ന മനുഷ്യനാണ്. അയാളാണ് ഈ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് ചേർത്തി എന്നറിയില്ലേ, അതൊക്കെ ഈ ഉഖ്ബയാണ്. ഉഖ്ബത്ത് ഇബ്നു അബി മുഅയ്ത്ത് ബദറിൽ ശത്രുപക്ഷത്തു കൂടി ബദറിൽ ബന്ദിയായി പിടിക്കപ്പെട്ടു. എന്നിട്ട് വഴിയിൽ വെച്ചിട്ടാണ് രണ്ടാളെ വധിച്ചത്. ഒന്ന് ഉഖ്ബത്ത് ഇബ്നു അബി മുഅയ്ത്തും മറ്റൊന്ന് നദർ ഇബ്നുൽ ഹാരിസും. ഖതലഹു സബ്റൻ എന്നാണ്, വലിച്ചു കൊണ്ടുപോയിട്ട് വധിക്കുകയാണ് ചെയ്തത് ഈ ഉഖ്ബയെ ബദറിൽ ബന്ദിയായി പിടിക്കപ്പെട്ടതിന് ശേഷം. ആ ഉഖ്ബന്റെ മകളാണ് ആര്? ഉമ്മു കുൽസൂം ബിന്തു ഉഖ്ബ. ഹുദൈബിയ സന്ധി നടന്നപ്പോൾ അതിലൊരു വ്യവസ്ഥയായിരുന്നു എന്ത്? ഇസ്ലാം സ്വീകരിച്ചവരെ മദീനയിൽ വരികയാണെങ്കിൽ അവരെ തിരിച്ചയക്കണം. ഇസ്ലാം സ്വീകരിച്ച് മദീനയിൽ വരുന്നവരെ തിരിച്ചയക്കണം. എന്നാൽ ഇസ്ലാം ഉപേക്ഷിച്ച് മക്കയിൽ വരുന്നവരെ തിരിച്ചയക്കണ്ട. ആ വ്യവസ്ഥ പ്രകാരം ആണ് ഇത്. ഉമ്മു കുൽസൂം ബിന്തു ഉഖ്ബ ഇസ്ലാം സ്വീകരിച്ചിട്ട് അവർക്ക് 13 വയസ്സും കണ്ടാണ്, ഒരു അവിവാഹിതയാണ്. ഇവർ ഇസ്ലാം സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യണം? അവർ മദീനയിലേക്ക് ഹിജറ വരികയാണ്. അവർ മദീനയിൽ ഹിജറ വന്നെത്തി. നോക്കണം, ചെറുപ്രായം മദീനയിലേക്ക് ഹിജറ വന്നെത്തിയപ്പോഴത്തേക്ക് ഇവരുടെ 2 ആങ്ങളാര് മദീനയിലെത്തി. എന്തിനാ ഇവരെ കൊണ്ടുവരാൻ? കാരണം ഇസ്ലാം സ്വീകരിച്ച ആരെങ്കിലും മദീനയിൽ വന്നാൽ തിരിച്ചു കൊണ്ടുവരണമെന്നല്ലേ. അത് പ്രകാരം ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ. അപ്പൊ റസൂലുള്ളാഹിനോട് പറയാണ്, റസൂലെ ഞാൻ പിന്നെ മദീനയിൽ നിങ്ങൾ എന്നെ തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദർശത്തിൽ ഇവരെന്നെ പരീക്ഷിക്കും, ഇവരെന്നെ തോൽപ്പിക്കും. ഞാൻ എൻ്റെ ആദർശം പിന്നെ പണയപ്പെടുത്തേണ്ടി വരും. കാരണം അവരെന്നെ കൊണ്ടുപോകണതിനാണ്. എന്നിട്ട് അവര് നബിസ്വല്ലല്ലാഹു മതം കൊണ്ട് ചില വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് കേട്ട് റസൂലുള്ളാഹി പറയുന്നു, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. കാരണം ഉഖ്ബ ഇബ്നു അബി മുഅയ്ത്തിനെ റസൂലുള്ളാഹി ഓർക്കുന്നത് അത്ര ദ്രോഹമായിരുന്നു. പക്ഷെ അതിൽ നിന്നാണ് ആര്? ഉമ്മു കുൽസൂം വന്നത്. റസൂലുള്ളാഹി വിട്ടുകൊടുത്തില്ല, ഉമ്മു കുൽസൂമിനെ വിട്ടുകൊടുത്തില്ല. കാരണം പിന്നെ ആണുങ്ങളുടെ വിഷയത്തിലാണ് സന്ധി, പെണ്ണുങ്ങളുടെ വിഷയത്തിലല്ല. ആണുങ്ങൾ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് വരികയാണെങ്കിൽ അവരെ തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഇവരുടെ വിഷയത്തിലാണ് ആയത്തുൽ ഇംതിഹാൻ ഇറങ്ങിയത്. ആയത്തുൽ ഇംതിഹാൻ എന്താ? ആയത്തുൽ ഇംതിഹാൻ യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുൻ. അൽ മുംതഹിന ഇത് ഇവരാണ്. ഉമ്മു കുൽസൂം ബിന്തു ഉഖ്ബ. മുംതഹിന ഉണ്ടല്ലോ സൂറത്തുൽ മുംതഹിന. ആ മുംതഹിന ഈ മഹദിയാണ്, ഉമ്മു കുൽസൂം ബിന്ത് ഉഖ്ബ ഇബ്നു അബി മുഅയ്ത്ത് റളിയല്ലാഹു തആല. റസൂലുള്ളാഹി ഈ ആയത്ത് ഓതിയ ഒരു പിന്നെ വിഷയമാണത്. ഇതേപോലെ പിന്നെ ഖാലിദ് ഇബ്നുൽ വലീദിന്റെ വാപ്പാര അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി. ആ പരിഹാസികൾ 5 പേരിൽ ഒരാൾ അല്ലേ ഖാലിദ് ടൈല്. ചരിത്രം പിന്നെ ഈ ആയത്ത് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് എന്ന് ഓതുന്ന കേസുകൾപ്പെട്ടതാണ് ഖാലിദിന്റെ വിഷയം. അതേപോലെ ഹിന്ദ് ബിന്ത് ഉത്ബ ഹിന്ദ് അറിയപ്പെട്ട മഹദി. ഹിന്ദിന്റെ വാപ്പാന ഉത്ബ ഇബ്നു റബിയ ഇബ്നു അബ്ദു ശംസ് അല്ലേ. ഉത്ബ എവിടെ കൊല്ലപ്പെട്ടത്? ബദറിൽ ദൊന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഉത്ബയും ഷൈബയും വലീദും അല്ലേ, അവരാണല്ലോ കൊല്ലപ്പെട്ടത് ശത്രുപക്ഷത്ത്. ആ ഉത്ബന്റെ മകളാണ് ഹിന്ദ്. ഈ ഹിന്ദ് ആ ഇസ്ലാമിന്റെ ബദ്ധവൈരി വളരെ വലിയ ശത്രുവായിരുന്നു ഉത്ബന്റെ മകളാണ് ഹിന്ദ്. ഇസ്ലാം ആശ്രയിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് മാ കാന മിൻ അഹ്ലി ഖിബാഇൻ അഹബ്ബു ഇലയ്യ അൻ യദില്ലു മിൻ അഹ്ലി ഖിബാഇ അൽയൗം മാ മിൻ അഹ്ലി ഖിബാഇൻ
അഹബ്ബു ഇലയ്യ അന്നി യുഅസ്സു മിൻ അഹ്ലി ഖിബായിക എന്ന് പറയും. ഇസ്ലാം സ്വീകരിച്ചിട്ട് പറയും, റസൂലേ, ഈ ദുനിയാവിൽ തൊലയണം എന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഹ്ലു ഖിബ എന്ന് പറഞ്ഞാൽ വീട്ടുകാർ. ഈ വീട്ടുകാർ ദുനിയാവിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളെ വീടായിരുന്നു. നിങ്ങൾ എതിൽ പറഞ്ഞാൽ അപമാനിതരായി നിന്ദരായിട്ട് തീരണം എന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കുടുംബം നിങ്ങളുടെ കുടുംബമാണ്. പക്ഷെ ഇന്ന് എന്താ, ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ കുടുംബം യുഅസ്സു, പ്രതാപികളാവണം, ഇസ്സത്തുള്ളവരാകണം എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുന്നത്. അപ്പോൾ റസൂലുള്ള പറയുന്നത് വൈബൻ, എന്താ വൈബ് എന്ന് പറഞ്ഞാൽ നമുക്കും അങ്ങനെ ഒരു വിഷയം ഉണ്ടായി നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്ന് പറയണം. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തസീദീന ലനാ ഹുബ്ബൻ ബിസബബിൽ ഇസ്ലാം, ഇസ്ലാം കാരണത്താൽ നമ്മളോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് കൂടിക്കൊണ്ടേ ഇരിക്കും എന്ന് പറയേണ്ട ആരോട്? റസൂൽ ഹിന്ദിനോട്. അങ്ങനെ പരിണമിച്ച ഒരു മഹദിയാണ് ആര്? ഹിന്ദ് ബിന്ദു ഉത്ബ. വാപ്പ വലിയ ശത്രു, മകൾ പിന്നീട് ഇസ്ലാമിന്റെ റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹിക്ക് ആ ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കും എന്ന് ആശംസിച്ച മഹദിയാണ്. പക്ഷെ ഇന്നും പല മുസ്ലിമീങ്ങളും ഈ ഹിന്ദിനെ ആക്ഷേപിക്കുന്ന രീതിയിലാണ്. ഹിന്ദിനെ വളരെ മോശമായിട്ടാണ് പ്രതിപാദിക്കുക. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, മുആവിയ റളിയല്ലാഹു ഉമ്മ, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ബിന്തു ഉത്ബ. സഹാബികളിൽ ഒരു അറാബ എന്ന് പറഞ്ഞൊരു സഹാബി, അറാബ. ഈ അറാബയുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ ഈ ആയത്തോതും, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. അറാബ എന്ന് കേട്ടിരുന്ന സഹാബി ഏതെങ്കിലും? അറാബ. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് ഔസ് ഇബ്നു ഖൈദി എന്നാണ്. ഔസ് ഇബ്നു ഖൈദി. ഈ ഔസ് ഇബ്നു ഖൈദിയെ നമ്മൾ സൂറത്ത് അഹ്സാബിന്റെ തഫ്സീറിൽ പഠിച്ചിട്ടുണ്ട്. സൂറത്ത് അഹ്സാബിന്റെ തഫ്സീർ യളുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ് ബന്നൽ ജാഹിലിയ എന്ന് പറഞ്ഞ കപട വിശ്വാസികൾ അല്ലാഹുവിനെ കുറിച്ച് ദുർവിചാരം പുലർത്തുന്നു സൂറത്ത് അഹ്സാബ് വിശദീകരിച്ചപ്പോൾ ആ ദുർവിചാരം പുലർത്തിയ ആളാണ് ആര്? ഈ ഔസ് ഇബ്നു ഖൈദി. വളരെ വൃത്തികെട്ടവനായിരുന്നു, വളരെ വൃത്തികെട്ട മനുഷ്യനായിരുന്നു ഈ ഔസ് ഇബ്നു ഖൈദി, കപട വിശ്വാസികളുടെ നേതാവ്. പക്ഷെ അയാളുടെ മകൻ അറാബ ഏറ്റവും നല്ല ഒരു മാതൃക വ്യക്തിത്വമായിരുന്നു. ഉഹുദ് യുദ്ധത്തിന്റെ സമയത്ത് ഇതിന് 14 വയസ്സാണ്. അതുകൊണ്ട് ഉഹുദിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ പലരും റസൂൽ തിരിച്ചയച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലത്തെ അതിൽ തിരിച്ചയക്കപ്പെട്ട വ്യക്തിയാണ് ആര്? അറാബ. ഖന്തക്കിൽ അദ്ദേഹം ആദ്യമായിട്ട് പങ്കെടുത്തു. അദ്ദേഹം ഒരു നല്ല നന്മ മരം എന്നറിഞ്ഞു, നന്മ മരം അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു അറാബ. അതുകൊണ്ട് തന്നെ ഈ വാപ്പ ഔസ് ഇബ്നു ഖൈദി അൽ ജുഷനി, മദീനക്കാരനാണ്, മയ്യിത്ത്, നിഫാഖിന്റെ തലപ്പത്തായിരുന്നു. അതുകൊണ്ട് നിഫാഖ് കുഫറിന്റെ തലപ്പത്തായിരുന്നു. പക്ഷെ മകൻ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ അറാബയുടെ ചരിത്രത്തിൽ കാണാം, ഷമ്മാഹ് എന്ന് പറയുന്ന ഒരു വ്യക്തി മദീനയിലേക്ക് ഗ്രാമത്തിൽ നിന്ന് വന്നതാണ് ഷമ്മാഹ്. അപ്പൊ ഈ ഷമ്മാഹ് മദീനയിലേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ച് അറാബ കാണാൻ, അറാബിന്റെ കൂടെ 2 ഒട്ടകങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് 2 ഒട്ടകങ്ങളുണ്ട്. അപ്പൊ ഈ ഷമ്മാഹിനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ചോദിക്കാൻ, എവിടേക്കാ പോണ്, എന്താ ആവശ്യം? അപ്പോ ഷമ്മാഹ് പറഞ്ഞു, ഞാൻ പരിമിതിയുള്ള ആളാണ്, ആവശ്യക്കാരനാണ്. അപ്പം മദീനയിൽ വന്നാൽ എന്തെങ്കിലും സഹായം തടയുമോ എന്നാലോചിച്ചിട്ട് വരികയാണെന്ന് പറയുന്നത്. അപ്പൊ ഷമ്മാഹ് എന്തെങ്കിലും ആ 2 ഒട്ടകങ്ങളെയും അത് നിറയെ ആ ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്നത്ര പിന്നെ കാരക്കയും മറ്റും അവിടെ വെച്ച് നൽകിയിട്ട് അയാളെ അവിടുന്ന് തിരിച്ചയച്ചതാണ്. മദീനയിൽ അടുപ്പിച്ചില്ല, അവിടുന്ന് തിരിച്ചു. അത്ര അതുകൊണ്ടാണ് ഈ ഷമ്മാഹിന്റെ കവിതയിൽ കാണാം, റഅയ്തു അറാബത്തൽ ഔസി യസ്അ ഇലൽ ഖൈറാത്തി മുൻഖതിഅൻ നദീരി ഇദാ മാ റഫിയത് റായത്ത് ഇദാ മാ റായത്തുൻ റുഫിഅത് ലിമജ്ദിൻ നാവലഹ അറാബത്തു ബിൽ യമീനി. ഈ ഷമ്മാഹ് എന്ന ആളുടെ കവിതയാണ്. ഈ അറാബയെ അനുഭവിച്ച, അദ്ദേഹത്തിന്റെ ഔദാര്യം അനുഭവിച്ചതിൽ പിന്നെ ഷമ്മാഹ് പാടാണ്, റഅയ്തു അറാബത്തൽ ഔസി, അറാബൽ ഔസിയെ ഞാൻ കണ്ടു, യസ്അ എന്ന് പറഞ്ഞാൽ ഗമനം നടത്തുന്നത്, സത്വര ഗമനം നടത്തുന്നത് ഞാൻ കണ്ടു, ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക്. മുൻഖതിഅൻ നദീരി, എന്താ മുൻഖതിഅൻ നദീർ എന്ന് പറഞ്ഞാൽ
അദ്ദേഹത്തിന് ഒരു തുല്യനില്ല. നന്മയുടെ വിഷയത്തിൽ മത്സരിക്കുന്നതിൽ മുൻഖത്തിഅന്നദിർ, അതുല്യനായിട്ട് അദ്ദേഹത്തെ കണ്ടു, അറാബിയെ കണ്ടു. എന്നിട്ട് പറയണം ഇദാമ റായത്തുർ റുഫിഅത്ത് ലിമജിദിൻ, ഒരു മജിദ് എന്ന് പറഞ്ഞാൽ ഉന്നതി, അതിനു വേണ്ടി ഒരു പതാക സ്ഥാപിക്കുകയാണ് എങ്കിൽ നാവലഹ അറാബത്തു ബിൽ യമീനി, ആ പതാക അത് അറാബ തൻ്റെ വലത് കൈ കൊണ്ട് എടുക്കും എന്നാണ് കവിതയിൽ പറയുന്നത്. ഷമ്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറാബ ഇബ്നു ഔസ് ഇബ്നു ഖൈദി എന്ന് പറയുന്ന ഈ സഹാബി ഉണ്ടല്ലോ, അയാളുടെ ചരിത്രം പറയുമ്പോൾ ചരിത്രം ഈ ആയത്ത് ഓതും, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. കാരണം എന്താ, മയ്യത്തിൽ നിന്നാണ് ഹയ്യ് വന്നത്. മയ്യത്ത് ഈ മുനാഫികളുടെ നേതാവായ ഔസ്. ഇതേപോലെയാണ് ഹമ്മല അൽ ഖസീൽ, ഹമ്മല അൽ ഖസീൽ അല്ലേ, അറേ ഹമ്മല അൽ ഖസീൽ. നാഫക്ക ഹംബല എന്ന് പറയുന്ന ഹംബല. ഖസീൽ എന്താ, ഖസീൽ ആരാണ് ഖസീൽ? ഖസീലുൽ മലായിക, മലക്കുകളാൽ ജനാസയും ജനാബത്തും കുളിപ്പിക്കപ്പെട്ട സഹാബി. അദ്ദേഹത്തെ മലക്കുകൾ മാനത്തേക്ക് ഉയർത്തി എന്നാണ്, കാർമുഖിലുകളിലേക്ക് ഉയർത്തി അവിടെ കുളിപ്പിച്ചിറക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മേനിയിൽ നിന്ന് വെള്ളം കൊഴിഞ്ഞുകൊണ്ട് വന്നത് എന്നുള്ളതാണ് ചരിത്രം. ഖസീലുൽ മലായിക. ഇദ്ദേഹത്തിന് വാപ്പാര ഇതേപോലെ മയ്യിത്ത അബൂ ആമിർ അറാഹിബ്. അബൂ ആമിർ അറാഹിബ് എന്ന് പറയുന്ന മഹാദുഷ്ടനായിരുന്നു പിന്നെ ഈ ഹംബലയുടെ വാപ്പ. ഖന്നിസ് പിന്നെ കപടവിശ്വാസികളുടെ നേതാവ്. മദീനയിൽ ഈ അബൂ ആമിർ അറാഹിബ് ഹംബലയുടെ വാപ്പ, അയാളുടെ പണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് ചെയ്യുക, സമീപിക്കുക, എന്നിട്ട് രഹസ്യം എടുക്കുക, മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇടപഴകുക, എന്നിട്ട് രഹസ്യങ്ങൾ എടുക്കുന്നുണ്ട്, അത് മക്കയിൽ കൊണ്ടുപോയി കൊടുക്കുക. ഭയങ്കര പാരയായിരുന്നു അബൂ ആമിർ അറാഹിബ്. റസൂലുള്ളാഹി അയാളെ വിശേഷിപ്പിച്ചത് അൽ ഫാസിഖ് എന്ന്, അൽ ഫാസിഖ് തെമ്മാടി എന്നാണ്. പിന്നെ അയാൾക്ക് മദീന ജീവിക്കാൻ തരപ്പെട്ടില്ല, ശ്വാസം മുട്ടി. കാരണം മദീനയുടെ ആത്മീയ സാഹചര്യം അയാൾക്ക് ജീവിക്കാൻ അവസരം നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ അയാൾ റോമക്കാരുടെ അടുക്കിലേക്ക് പോയിട്ട് കന്നിസ്രീൻ എന്ന് പറയുന്ന സ്ഥലത്താണ് തീരുന്നത്. ഈ അബൂ ആമിർ റാഹിബിന്റെ മകനാണ് ആര്? ഹമ്മല എന്ന് പറഞ്ഞെങ്കിൽ നോക്കിയേ നിങ്ങൾ. പിന്നെ ഹമ്മലയുടെ ഭാര്യ ആരാ? എന്താ ഹമ്മലയുടെ ഭാര്യ? ജമീലന്റെ വാപ്പാരാ? അത് ഇതേപോലെ തന്നെയാണ്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. ഈ ജമീല, അതിന്റെ വാപ്പ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ, കപട വിശ്വാസികളുടെ നേതാവ്. ഉണ്ടോ? ഈ ഹമ്മലയുടെ വാപ്പയും അബൂ ആമിർ കപട വിശ്വാസികളുടെ നേതാവാണ്. ഭാര്യ ജമീലയുടെ വാപ്പയും കപട വിശ്വാസികളുടെ നേതാവാണ്, അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ. പക്ഷേ ജമീലയെ വിളിച്ച് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, എന്താണ് ഹംദലയുടെ കാര്യം? അപ്പൊ ജമീലയാണ് പറയുന്നത്, ഞങ്ങൾ വീട് കൂടിയിട്ട് അറയിൽ കൂടി നവദമ്പതികളാണ്. ജിഹാദിന് വിളിച്ചപ്പോൾ അദ്ദേഹം പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജനാബത്തുകാരനാണെന്ന് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി പറയുന്നത് ജനാബത്ത് കുളിപ്പിക്കേണ്ട, ജനാസി കുളിപ്പിക്കേണ്ട, മലക്കൾ കുളിപ്പിച്ചെന്ന് അപ്പോഴാണ് പറയുന്നത്. ഏതായാലും അവരുടെയൊക്കെ ചരിത്രം കൊടുക്കുമ്പോൾ ഓതപ്പെടുന്ന ആയത്താണിത്, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചിലരുടെ ചരിത്രം, അതിൽ ഈ ഖാലിദയുടെ ചരിത്രം, അതേപോലെ ഉമ്മു കുൽസൂം ബിൻത് ഉഖ്ബയുടെ ചരിത്രം ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അവരുടെ വിഷയത്തിൽ റസൂലുള്ളാഹി ഈ ആയത്ത് ഓതിയത് കാണാം. ഇവിടെ വിഷയം എന്താ? വിഷയം നമ്മുടേത് അല്ലാഹു സുബ്ഹാനഹു വ തആല മയ്യിത്തിൽ നിന്ന് ഹയ്യിനെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? കൂഫറിൽ നിന്ന് ഇസ്ലാമിനെ, കാഫിറിൽ നിന്ന് മുസ്ലിമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കപടനിൽ നിന്ന് മുഖ്ലിസായ ആളെ കൊണ്ടുവരും എന്നതാണ് അതിൻ്റെ ഒരു തഫ്സീർ. ചിലർ പറഞ്ഞ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് എന്ന് പറഞ്ഞാൽ യുഖ്രിജുൽ യഖ്ളാന മിനൻ നായിം, ഉറങ്ങുന്നവരിൽ നിന്ന് ഉണരുന്നവരെ കൊണ്ടുവരും. അങ്ങനെ ഉണ്ട്, അതില്ലേ? ഉറങ്ങുന്നവൻ ആരാ ശരിക്കും? മയ്യിത്താണ് അല്ലേ? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ. ഉറങ്ങുന്ന വേളയിൽ അള്ളാഹു ആത്മാവിനെ മരിപ്പിക്കല്ലേ ചെയ്യുന്നത്, എടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹി ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. എപ്പോഴത് പറയാം? ബാത്റൂം പോകുമ്പോൾ
ആ ഉറക്കമുണരുമ്പോഴാണ് പറയാ അൽഹംദുലില്ലാഹി ലദി അഹ്യാനി ബഅദമ അമാതനി വഇലൈഹി നുശൂർ. മരിച്ചതിന് ശേഷം എഴുന്നേൽക്കാൻ. അതുകൊണ്ട് തന്നെ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് എന്ന് പറഞ്ഞാൽ യുഖ്രിജുൽ യഖ്ബാൻ മിനൻ നായി, ഉറങ്ങുന്നവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണരുന്നവരെ കൊണ്ടുവരുന്നു എന്നിവിടെ ചിലർ എന്ത് ചെയ്തിട്ടുണ്ട്, തഫ്സീർ ചെയ്തിട്ടുണ്ട്. ചിലരുടെ തഫ്സീർ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് എന്ന് പറഞ്ഞാൽ യുഖ്രിജുൽ ആലിമ മിനൽ ജാഹിൽ, ജാഹിലിൽ നിന്ന് ആലിമിനെ കൊണ്ടുവരും. ചിലര് പറ്റപ്പെടുമായിരിക്കും, പക്ഷേ അവരിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്, പണ്ഡിതന്മാരെ കൊണ്ടുവരുന്നത്. ഏതായാലും പിന്നെ ഇങ്ങനെ പല വിഷയങ്ങൾ ഇതിൽ പറയപ്പെട്ടിട്ടുണ്ട്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജാഹിൽ അതിൽ നിന്ന് ആലിം ഉണ്ടാവുക എന്നുള്ളത്. അതിപ്പോൾ ബാപ്പാരിൽ നിന്ന് മക്കളുടെ വിഷയമാക്കാം, അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൽ ഒരു ഖലീഫ മന്ത്രിനോട് വസീറിനോട് ചോദിച്ചതാണ്, മന്ത്രിനോട് ചോദിച്ചതാണ് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ തഫ്സീർ. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അല്ലേ? കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. എവിടെ? സൂറത്തുർ റഹ്മാൻ. സൂറത്തുർ റഹ്മാൻ. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അപ്പൊ ഈ കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ എന്നുള്ള ആയത്ത് ഈ രാജാവിന് മനസ്സിലാണില്ല, എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് കിട്ടണില്ല. അള്ളാഹു എല്ലാ സമയവും ഇപ്പോഴും ഫിഷ എന്നാണ് അള്ളാഹു ഓരോ കാര്യങ്ങളിൽ എന്നുള്ളതാണ്. പക്ഷെ ഇത് ഈ രാജാവിന് കിട്ടുന്നില്ല, ഇതെന്താ അത് രാജാവിന് കിട്ടില്ല. അപ്പൊ പിന്നെ രാജാവ് ഉടനെ എന്താ ചെയ്യുക, ചോദിക്കുക, വസീർ മന്ത്രിനോടാ ചോദിക്കുക. അന്ന് മന്ത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, മന്ത്രി സകല കലാവല്ലഭനായിരിക്കും, എല്ലാത്തിനും പിന്നെ പ്രാവീണ്യമുള്ള ആൾ, അങ്ങനെ മന്ത്രിമാരായിട്ട് എടുക്കുള്ളൂ. ഇന്ന് മന്ത്രിമാരെ കാര്യം പറയാം. അന്ന് മന്ത്രി എന്ന് പറഞ്ഞാൽ രാജാവിന്റെ മന്ത്രി, ആ മന്ത്രിയാണ് എല്ലാ വകുപ്പും. അതുകൊണ്ട് കൊല്ലുന്ന രാജാവിനെ തിന്നണ മന്ത്രി അറിയുന്നത്. കുറേ മന്ത്രിമാരില്ല ഒരു മന്ത്രി. ഏതായാലും മന്ത്രിനോട് ചോദിച്ചു, എന്താണ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. മന്ത്രി ഈ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടി, പ്രതികരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെന്ത് ചെയ്ത് മന്ത്രി, ഞാൻ പിന്നീട് നാളത്തെ അവസരത്തിൽ പ്രതികരിക്കാം എന്ന് പറഞ്ഞിട്ട് പോന്നു. ഒരു നാളത്തെ അവസരത്തിൽ പ്രതികരിക്കാൻ മന്ത്രി ഇങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആലോചനാ നിമഗ്നനാണ്, ചിന്താ നിമഗ്നനാണ്. പിന്നെ എന്തായിരിക്കും ഇതിന്റെ തഫ്സീർ, എന്താണ് ഇതിന് പറയാ എന്നുള്ള വിഷയമാണ്. അത് ചിന്തിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുലാം, മന്ത്രിന്റെ ഭൃത്യനുണ്ട്, മന്ത്രിന്റെ ഈ വസീറിന്റെ ഭൃത്യനുണ്ട് ഗുലാം. അപ്പം ഭൃത്യൻ ചോദിക്കാണ്, പിന്നെ നിങ്ങളുടെ മുഖത്ത് എന്താണ് ഒരു മ്ലാനത, എന്താണ് ഒരു ടെൻഷൻ എന്ന് ചോദിക്കാണ്. അപ്പോ മന്ത്രി പറഞ്ഞു എന്നറിഞ്ഞു. എന്ന് രാജാവ് ഒരു ചോദ്യം ചോദിച്ചു, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എന്താണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷെ എനിക്കതിൽ പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ പൊരുൾ എനിക്ക് പറയാൻ പറ്റിയില്ല. രാജാവ് ചോദ്യം ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞെങ്കിൽ അതൊരു അടി തന്നെയാണ്. അപ്പൊ അതിൻ്റെ മ്ലാനതയാണെന്ന് പറയാം. അപ്പൊ ഗുലാം പറഞ്ഞു എന്നാണ്, അമീർ, അതിൻ്റെ ഉദ്ദേശം എന്താ, അല്ലാഹു യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വയുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. പിന്നെ പറഞ്ഞു കൊടുത്തു, പിന്നെ യസ്ഖിമുൽ സലീം യശ്ഫിൽ സഖീം യുഗ്നിൽ ഫഖീർ, പിന്നെ യുആഫി അൽ മുബ്തല, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ്. എന്താ ഈ ഗുലാം പറയാണ്. അതുകൊണ്ട് അതിലെന്താണ് വിഷയം, അള്ളാഹു കുല്ല യൗമിൻ ഹുവ ഫീ ശൈൻ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യൂലിജുൽ ലൈല ഫിന്നഹാർ, എന്താ പകലിൽ രാവിലെ പ്രവേശിപ്പിക്കും, വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, രാവിൽ പകലിനെ പ്രവേശിപ്പിക്കും. എന്താ അതിൻ്റെ അർത്ഥം, പകൽ മാറി മാറി വരുന്ന അതിൻ്റെ അർത്ഥം. യൂലിജുൽ ലൈല ഫിന്നാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ എന്ന് പറഞ്ഞാൽ എന്താ, പകലിലേക്ക് രാവിലെ പ്രവേശിപ്പിക്കും, രാവിലേക്ക് പകലിനെ പ്രവേശിപ്പിക്കും എന്നാണ്. ദിനരാത്രങ്ങൾ സംഭവിപ്പിക്കുമല്ലേ. പക്ഷെ അവിടെ ചില സമയങ്ങളിൽ പകല് കൂടും, ചില സമയങ്ങളിൽ രാവ് കുറയും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ചില സമയങ്ങളിൽ രാവ് കുറയൂലേ, രാവ് കുറയും.
ചില സമയങ്ങളിൽ പകല് കൂടും, അപ്പോൾ പകല് കൂടും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ രാവിലേക്ക് അള്ളാഹു പകലിനെ പ്രവേശിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഈ പിന്നെ ശൈത്യവും ഉഷ്ണവും വസന്തവും ഹേമന്തവും ഒക്കെ ഉണ്ടാകുന്നത്? പകലിനെപ്പോഴാണ് ഏറ്റവും ദൈർഘ്യം, ഏറ്റവും ചൂടുണ്ടാകും അല്ലേ? രാവിലെ എപ്പോഴാണ് ഏറ്റവും ദൈർഘ്യം? തണുപ്പ് ഏറ്റവും കൂടുന്ന സമയത്താണ് അല്ലേ? ആ, അത് രണ്ടിൻ്റെയും ശൈത്യത്തിൻ്റെ അവസാനം, അതേപോലെ തന്നെ ഉഷ്ണത്തിൻ്റെ അവസാനം, അപ്പോഴാണ് പകൽ കൂടുക, രാവും കൂടുക അല്ലേ? പിന്നെ അതിനിടയിൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു നിർണിതമായ കണക്ക് പ്രകാരമാണ് ഈ സമയങ്ങളിൽ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് രാവിലേക്ക് പകലിനെ പ്രവേശിപ്പിക്കും, പകലിലേക്ക് രാവിലെ പ്രവേശിപ്പിക്കും. അങ്ങനെയാണ് ഇത്. അത് വലിയ നിയമത്താണ്. ഇത് കാരണത്താലാണ് പല അനുഗ്രഹങ്ങൾ ഇവിടെ പുലരുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. ഈ ഗുലാം ഭൃത്യൻ മന്ത്രിനോട് പറയാണ്, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് ഇത് എന്ത് ചെയ്യുന്നത്, കാലാകാലങ്ങളിൽ സംഭവിപ്പിക്കുന്നത്. പിന്നെ ഇതാണ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, ഹയ്യിൽ നിന്ന് മയ്യത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നു അല്ലേ? പിന്നെ പറയാണ് രോഗി ഇവിടെ ഉണ്ടാകുന്നു, ആരോഗ്യവാൻ രോഗിയാകുന്നു, രോഗി ശിഫയാകുന്നു, സമ്പന്നൻ ദരിദ്രനാകുന്നു, ദരിദ്രൻ സമ്പന്നനാകുന്നു, പരീക്ഷിക്കപ്പെടുന്നവൻ അയാൾക്ക് ആഫിയത്ത് ലഭിക്കുന്നു, ആഫിയത്തുള്ളവന് പരീക്ഷണം വരുന്നു. ഇതൊക്കെയാണ് എന്ത്? കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ എന്ന് പറയുന്നത്. അതോടുകൂടി മന്ത്രിക്ക് എന്തോ മേത്തുനിന്ന് ഇറങ്ങി കിട്ടിയ മാതിരി ഒരു വലിയ ആശ്വാസമായിരുന്നു. അതിന് മന്ത്രി എന്ത് ചെയ്തു? മന്ത്രിന്റെ കോട്ടുണ്ടല്ലോ, മന്ത്രിന്റെ കോട്ട് തരണമെങ്കിൽ അന്നത്തെ കാലത്ത് വലിയ കോട്ടാണ്, നല്ല ആ കോട്ട് എടുത്തിട്ട് ഇയാൾ ധരിപ്പിച്ചു നാളെ ഈ ഗുലാമിനെ. അപ്പോ ഗുലാം പറഞ്ഞതാണ്, അമീർ ഇതും ഇതിൽപ്പെട്ടതാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ഞാനുണ്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഞാൻ തേരാപ്പാരാണ്. ഇതുവരെ ഞാൻ എന്താണ്, എൻ്റെ ഈ ശുഷ്കമായ പരിമിതമായ വസ്ത്രത്തിലാണ്. ഇപ്പൊ ഉണ്ടല്ലോ, ഞാനൊരു വസീറിന്റെ വസ്ത്രത്തിൽ കോട്ടിലായി. അതും എന്താണ്, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ഏതായാലും ഇവിടെ ഞാൻ പറഞ്ഞാല് എന്താണ്, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് ഉണ്ടല്ലോ, ജാഹിൽ നിന്ന് ആലിം പിറക്കുന്നത്, പുലരുന്നത്, അതേപോലെ തന്നെ നേരെ തിരിച്ചും. അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശം. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്. ഹയ്യിൽ നിന്ന് മയ്യത്തിനെ പുറത്തു കൊണ്ടുവരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് മനസ്സിലാക്കിയിട്ട് ഇത് മനസ്സിലായി അല്ലേ? ഇനി പറയാണ് വയുഹ്യിൽ അർദ ബഅദ മൗതിഹാ. എന്താ യുഹ്യിൽ അർദ? അല്ലാഹു സുബ്ഹാനഹു വ തആല അർദിനെ ജീവിപ്പിക്കുന്നു. അർദ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയാ. അർദ് എന്ന് പറഞ്ഞാൽ നാട് എന്നർത്ഥം അല്ലേ? മണ്ണ്. അർദ് എന്ന് പറയില്ലേ? അർദ് എന്ന് പറഞ്ഞപ്പോ അർദ് മിസ്ർ എന്ന് പറഞ്ഞില്ലേ? മിസ്ർ ദേശം നട, ഒരു നാടിന്, മണ്ണിന് ഒക്കെ എന്ത് പറയും? അർദ് എന്ന് പറയും. യുഹ്യിൽ അർദ, അർദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്യാ ചെയ്യുന്നു. ഇഹ്യാ എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുക, സജീവമാക്കുന്നു. ബഅദ മൗതിഹ, ഈ അർദ് മൗത്തായതിനു ശേഷം, നിർജീവമായതിനു ശേഷം, മൗത്ത് നാടിന്റെ നിർജീവിതക്കപ്പുറം അള്ളാഹു നാടിനെ എന്ത് ചെയ്യുന്നു? ഇഹ്യാ ചെയ്യുന്നു, സജീവമാക്കുന്നു, ജീവനിട്ടതാക്കുന്നു. ഇഹ്യാ ഉൽ അർദ്, ഇഹ്യാ ഉൽ മവാത്ത് എന്ന് പറയും. ഇഹ്യാ ഉൽ മവാത്ത് ഇത് ഫിഖ്ഹിൽ ഒരു അധ്യായമാണ്, കർമ്മശാസ്ത്രത്തിൽ ഒരു അധ്യായമാണ്. ഇഹ്യാ ഉൽ മവാത്ത് എന്ന് പറഞ്ഞാൽ നിർജീവമായ നാടിനെ ജീവിപ്പിക്കുക. മൻ അഹ്യാ അർദൻ ഫഹിയ ലഹു എന്നാണ്. ഒരാൾ ഒരു അർദിനെ, ഒരു നാടിനെ, ഒരു മണ്ണിനെ ഇഹ്യായി ചെയ്താൽ അത് അവനുള്ളതാണ്. അൽ അർദു അർദുല്ലാഹ് വൽ ഇബാദു ഇബാദുല്ലാഹ് ഫമൻ അഹ്യാ അർദൻ മൈതതൻ, ഫമൻ അഹ്യാ അർദൻ മൈതതൻ, ഒരാൾ ഒരു മൈതത്തായ അർദിനെ, സ്ഥലത്തെ ഇഹ്യായി ചെയ്താൽ ഫഹിയ ലഹു, അത് അവനുള്ളതാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹദീസിൽ. എന്താ അതിൻ്റെ അർത്ഥം? ഒരു മൈതത്തായ സ്ഥലം, മൈത്തത്ത്, അർബൻ മൈത്തത്തൻ, മൈത്തത്തായ ഒരു സ്ഥലം ഒരാൾ എന്ത് ചെയ്തു? കൃഷിയോഗ്യമാക്കി, അതിനെ കൃഷിയോഗ്യമാക്കി. ആ മൈത്തത്തായ അർന്ന് ഒരാളുടെയും മിൽക്കല്ല എങ്കിൽ അത് അയാൾക്കുള്ളതാണ്. ഇസ്ലാമിക രാഷ്ട്രം, അതേപോലെ തന്നെ ഖലീഫ ഒക്കെ നിലവിലുള്ള സ്ഥലമാണ് എങ്കിൽ
ഒരു നിർജ്ജീവമായ നാട്, അത് ആരുടെയും മിൽക്കല്ല, ആരുടെയും മിൽക്കല്ല. ആ മിൽക്കല്ലാത്ത നാടിനെ ഒരാൾ എന്ത് ചെയ്തു? കൃഷിയോഗ്യമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിർജ്ജീവായിരുന്നു, അവിടേക്ക് എന്ത് ചെയ്തു? പിന്നെ ജലസേചനം തരപ്പെടുത്തി, അതേപോലെ തന്നെ അവിടെ പിന്നെ കൃഷി ഇറക്കി ആ സ്ഥലത്തെ കൃഷിയോഗ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കുള്ളതാണ്? അത് ആരാണ് ചെയ്തത്? അയാൾക്കുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ല അർളു അർദുള്ള, ഭൂമി അള്ളാൻ്റെതാണ്. വൽ ഇബാദു ഇബാദുള്ള, അടിയാറുകൾ അള്ളാൻ്റെ അടിയാറുകളാണ്. ഫമൻ അഹ്യ അർളൻ മൈതതൻ, ഒരു നിർജ്ജീവമായ ഒരു സ്ഥലത്തെ ആരെങ്കിലും ഇഹ്യാ ചെയ്താൽ, കൃഷിയോഗ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഫഹിയ ലഹു, അത് അവനുള്ളതാണ്. ഭരണാധികാരി എന്ത് ചെയ്യണം? അത് അയാൾക്ക് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ എന്തായിരിക്കണം? ആ നാട്, ആ സ്ഥലം വേറൊരാളുടെ മിൽക്കാകാൻ പാടില്ല, വേറെ ആളുടെ മിൽക്കാകാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഷർത്ത്. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. മാലൈസലി അഹദിൻ, ആരുടെയും അല്ലാത്ത സ്ഥലം എന്ന് ഹദീസിന്റെ പ്രയോഗങ്ങൾ. അതാണ് ഇഹ്യാ ഉൽ മവാത്ത്. ഇഹ്യാ ഉൽ മവാത്ത് ഫിഖ്ഹിലൊരു അധ്യായമാണത്. ഇവിടെ ആരാ ഇഹ്യാ ഉൽ മവാത്ത്? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹ്യിൽ അർദ ബഅദ മൗതിഹ. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅദ അൽ മൗത്ത് ഒരു സ്ഥലത്തെ, നാടിനെ ഇഹ്യാ ചെയ്യുന്നത്? അല്ലാഹു ഫൈദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ് എന്ന് പറഞ്ഞില്ലേ? തറൽ അർള ഹാമിദ. ഒരു നാട് അത് ചലനമറ്റ് കിടക്കുന്നത് കാണാം. ചില ആയത്തുകളിൽ തറൽ അർള ചലനമറ്റ് നാട്. പക്ഷെ ഫൈദ അൻസൽനാ അലൈഹൽ മാ അള്ള പറയാണ്, നമ്മൾ അതിൽ വെള്ളം അവതരിപ്പിച്ചാൽ, മഴ പെയ്യിച്ചാൽ, ഇഹ്തസ്സത് വറബത് വഅംബതത് എന്നാണ്. ആ പിന്നെ നാട് അത് അനങ്ങാതെ കിടക്കുന്നത് പിന്നെ എന്ത് ചെയ്യും? അനങ്ങും, അതിൽ സസ്യലതാദികൾ മുളക്കും, അല്ലേ? അതൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? ഇഹ്യാ ഉൽ അർദ്, മഴ പെയ്യിപ്പിച്ച് സസ്യലതാദികളെ മുളപ്പിച്ച് നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സജീവമാക്കുന്നു. ഇതൊന്നും ഇപ്പോൾ നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പിന്നെ ഈ ഇഹ്യാ ഉൽ അർദ് ബഅദ മൗതിഹ, ഈ ഇഹ്യാ എന്തുകൊണ്ടാണ്, എങ്ങനെ ഉണ്ടാകുക? ഇഹ്യാ എങ്ങനെ ഉണ്ടാവുക? സസ്യങ്ങൾ അല്ലേ? സസ്യങ്ങൾ, ലതകൾ, മരങ്ങൾ, ഇതൊക്കെ അല്ലേ? എന്നിട്ട് ഈ അള്ളാഹു മുളപ്പിക്കുന്ന സസ്യങ്ങളുടെ സവിശേഷത, പ്രത്യേകത വിശദീകരിക്കുന്നുണ്ട്. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓരോ സസ്യങ്ങളുടെ പ്രത്യേകതകൾ, ഓരോ സസ്യങ്ങളുടെ പ്രത്യേകതകൾ, ഓരോ ഇലകളുടെ, അതിൻ്റെ കായകളുടെ, അതിൻ്റെ പിന്നെ പഴങ്ങളുടെ, പുഷ്പങ്ങളുടെ ഒക്കെ പ്രത്യേകതകൾ, അതിൻ്റെയൊക്കെ ധർമ്മങ്ങൾ, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സസ്യലതാദികൾ കൊണ്ട് ഇഹ്യാ നടത്തുന്നത് എന്നുള്ളതിൻ്റെ ആ പൊരുൾ പറയുന്ന ഒരു വിഷയം വളരെ ഭംഗിയിൽ അവതരിപ്പിച്ചത് കാണാൻ സാധിക്കും. അതൊന്നും ഇപ്പോൾ നമുക്കിവിടെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്, അല്ലേ? പക്ഷെ ഞാൻ ഇവിടെ ഇത് വിശദീകരിച്ചതെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ അറിയേണ്ട ചരിത്രം ഉണ്ടാകുമല്ലോ. ഇവിടുത്തെ പ്രധാന വിഷയം നമ്മൾ പഠിക്കാനുള്ള ഇതാണ്. വകദാലിക തുഖ്റജൂൻ, വകദാലിക തുഖ്റജൂൻ. എന്താ പറഞ്ഞത്? വകദാലിക, ഇതുപോലെ, തുഖ്റജൂൻ, നിങ്ങൾ എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരപ്പെടും. വകദാലിക്, ഇതുപോലെ. ഇതൊക്കെ ആരാ ചെയ്ത്? അല്ലല്ലേ? ഇതേപോലെ തുഖ്റജൂൻ, നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടും എന്നുള്ളതാണ്. എവിടെ പുറത്തു കൊണ്ടുവരപ്പെടും? ഇത് കണ്ട, അല്ലദീന കഫറു വകദ്ദബു ബി ആയാതിന വലിഖാഇൽ ആഖിറ, ആഖിറത്തിലെ കണ്ടുമുട്ടൽ, അതിനെ കളവാക്കുന്ന, അവിശ്വസിക്കുന്നവരുടെ വിഷയത്തിലാണ് ആയത്ത്. അപ്പൊ ഈ ലിഖാഉൽ ആഖിറ, പരലോകത്തെ കണ്ടുമുട്ടലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഖബറിൽ നിന്ന്, മണ്ണിനടിയിൽ നിന്ന്, ഭൂഗർഭത്തിൽ നിന്ന് തുഖ്റജൂൻ, പുറത്തെടുക്കും എന്നാണ് പറയുന്നത്. വകദാലിക, ഇതുപോലെ, തുഖ്റജൂൻ, നിങ്ങൾ പുറത്തെടുക്കപ്പെടുന്ന. ഈ ആയത്തിൽ നമ്മൾ പഠിക്കേണ്ട വിഷയം അല്ല, ഈ നിദാനശാസ്ത്രത്തിന്റെ, ഫിഖ്ഹിന്റെ ഉസൂൽ, കർമ്മശാസ്ത്രത്തിന്റെ നിദാനം, അതിൽ ഒരു അധ്യായമാണ് അൽ ഖിയാസ്. ഖിയാസ് കേട്ടിട്ടുണ്ടോ? ഷിയാസ് അല്ല, ഖിയാസ്. എന്താ ഖിയാസ്? എവിടെ ഖിയാസ് കേൾക്കല്? തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ഖിയാസ് വരാൻ പാടില്ല. ഖിയാസ് ദീനിന്റെ പ്രമാണങ്ങൾ, അല്ലേ? അൽ അദില്ല അശ്ശറഇയ്യ, മതപരമായ ദലീലുകൾ, തെളിവുകൾ,
അത് നമുക്ക് ഒന്നെന്താണ് അൽ കിതാബ് വിശുദ്ധ ഖുർആനാണ്. 2 അസുന്ന സുന്നത്താണ്. മൂന്നാമത്തേത് അൽ ഇജ്മാ ഇജ്മാ. നാലാമത്തേത് അൽ ഖിയാസ് ഖിയാസാണ്. അപ്പൊ ഖിയാസ് ദീനിൽ തെളിവാണോ? ദീനിൽ തെളിവാണോ? ആണെന്ന് പറയുന്നവർ അതിൻ്റെ തെളിവ് പറയും. ചില ആളുകൾ ഖിയാസ് തെളിവല്ല, ഖിയാസ് തെളിവല്ല എന്ന് ഖിയാസിന്റെ പ്രാമാണികതയെ ഹുജ്ജിയത്തിനെ നിഷേധിക്കുന്നവരാണ്. ഇതിനപ്പുറം തെളിവുകളുണ്ട്. പിന്നെ ദലീലുകളുണ്ട്. ഇസ്തിഹ്സാന്, അൽ മസ്ലഹത്തുൽ മുർസല, അൽ ഇസ്തിസ്ഹാബ്, അസദ്ദു ദറാഇ, ഇങ്ങനെ പറഞ്ഞിട്ട് പലരുണ്ട് ദലീലുകളുണ്ട്. പക്ഷെ ഏറ്റവും പ്രഥമമായിട്ടുള്ളത് 4 കിതാബ്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇത് ഖിയാസ്. ഖിയാസ് എന്താ? ഖിയാസിൽ ഒരു അസ്ൽ ഉണ്ട്, പിന്നെ ഒരു ഫറ ഉണ്ട്, പിന്നെ ഒരു ഹുക്കുമുണ്ട്, പിന്നെ ഒരു ഇല്ലത്തും ഉണ്ട്. ഞാൻ പറയാം. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും തെളിവ് വന്നത് അതാണ് അസ്ൽ. അത് നമുക്ക് ഇവിടെ പറയാം. അല്ല, അസ്ൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്ലാമിൽ ഒന്നുകൂടി ഒരു ആളുകൾക്കൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിച്ചു. ഉമർ അമീറുൽ മുഅ്മിനീൻ അദ്ദേഹം നോമ്പുകാരനായിരിക്കെ തൻ്റെ ഭാര്യയെ ചുംബിച്ചു. അപ്പോൾ അയ്യത്തടായി റമദാൻ മാസം. അപ്പം എന്താ സ്വാഭാവികമായിട്ട് ചെയ്യുക? അപ്പോൾ റസൂലുള്ളാഹി ഹയാത്തുള്ള സമയമല്ലേ. അപ്പോൾ ഉമർ ഇങ്ങനെ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഖബ്ബൽതു ഇംറഅതി വഅന സായിം, നോമ്പുകാരനായിരിക്കെ ഞാൻ ഭാര്യയെ ചുംബിച്ചു. അപ്പോൾ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് അറഅയ്ത ലൗ തമദ്മദ്ത എന്താ ബിമാഇൻ വഅൻത സായിം. ലൗ എന്താ തമദ്മദ? മദ്മദ എന്താ? വായിൽ വെള്ളം കൊണ്ട് ചുവറ്റി തുപ്പലാണ്. ഒതു ചെയ്യുമ്പോൾ മദ്മദ. ഇസ്തിൻഷാഖ് തന്നെ മൂക്കിൽ വെള്ളാക്കിയിട്ട് ചീറ്റ. മദ്മദ എന്ന് പറഞ്ഞെങ്കിൽ വായിൽ വെള്ളം കൊണ്ടിട്ട് ചുവറ്റി തുപ്പുക, അതാണ് മദ്മദ. ഉമറിനോട് റസൂലുള്ളാഹി ചോദിക്കാണ്, ലൗ തമദ്മദ്ത ബിമാഇൻ, വെള്ളം വായിൽ കൊണ്ട് ചുവറ്റി തുപ്പി താങ്കൾ, വഅൻത സായിം, നോമ്പുകാരനായിരിക്കെ അങ്ങനെ ചെയ്ത നിങ്ങളുടെ അഭിപ്രായം? ഉമറിനോട് അങ്ങോട്ട് ചോദ്യം. ഉമറിനോട് അങ്ങോട്ടൊരു ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമർ പറഞ്ഞു, ലാശേ ഒന്നുമില്ല, പ്രശ്നമല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാണ് ഇതും ഇതെന്നാണ് എന്താ? നിങ്ങൾ ഈ ഭാര്യയെ ചുംബിച്ചു, അതിൻ്റെ അർത്ഥം ഇത് വലിയൊരു തെളിവാണെന്ന് പറഞ്ഞിട്ട് ഒന്നായിട്ട് നമ്മൾ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തമാശയിൽ തന്നെ ഒരിക്കൽ പിന്നെ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചോദിച്ചു എന്നാണ്, ഇങ്ങനെ നോമ്പ് പറ്റിട്ട് പറ്റുമോ, ചുംബിക്കാൻ പറ്റുമോ, ചുംബിക്കാൻ എൻ്റെ ഭാര്യ അജറുൽ അസ്വദാന്ന് ചോദിച്ചു എന്നാണ്. അല്ലാതെ ഇത് വന്നുപോയൊരു കേസിൽ ഉണ്ടല്ലോ, ആ നോമ്പിന്റെ വിഷയത്തിൽ ഉമറിനുണ്ടായ ഇതിന് പറയാണ്. അപ്പൊ ഇവിടെ നോക്കി റസൂലുള്ളാഹി എങ്ങനെ പ്രതികരിച്ചത്. ഉമർ ഭയങ്കര ചമ്മി പ്രശ്നത്തിലാണ് വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് വളരെ എന്ത് ചെയ്തു, ഒരു ആശ്വാസകരമായി ഇത് തീർത്തു. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലൗ തമദ്മദ്ത ബിമാഇൻ വഅൻത സായിം, നോമ്പുകാരനായിരിക്കെ വെള്ളം കൊണ്ട് നിങ്ങൾ വായിൽ ചുവറ്റി തുപ്പിയിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങളെ അഭിപ്രായം? അപ്പൊ ഉമർ പറഞ്ഞപ്പോൾ അതിന് പ്രശ്നമല്ല. അപ്പൊ പറഞ്ഞു അതേപോലെ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞു. ഇവിടെ നോക്കി, ഇവിടെ ഖിയാസാണ്. എന്താ ഖിയാസ്? എങ്ങനെ പറയാം? ഇതിലെങ്ങനെ ഖിയാസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാസ് ചെയ്തില്ല. ഇവിടെ ഖിയാസ് ചെയ്ത് എന്തിനോടാ ഖിയാസ് ചെയ്തത്? നോമ്പ് നോറ്റ് വായിൽ വെള്ളം ചുവറ്റി തുപ്പുന്നതിനെ എന്ത് ചെയ്തു? റസൂലുള്ളാഹി ഖിയാസ് ചെയ്ത്. ഏതിനോട്? നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിക്കുന്നതിനോട്, അല്ലേ? അപ്പൊ ഇവിടെ അസ്ൽ ഇതാണ്, അസ്ൽ. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഫറ, ഈ ചുംബിക്കുക എന്നുള്ള വിഷയവുമായിട്ട് എന്ത് ചെയ്തു? താരതമ്യം ചെയ്തു. ഏത് വിഷയത്തിൽ? ഒരു ഹുക്കുമിന്റെ വിഷയത്തിൽ. എന്താ ഹുക്കുമ്?
എന്താ ഹുക്കുമ്? നോമ്പ് മുറിയില്ല. നോമ്പ് മുറിയില്ല എന്നുള്ളതാണ് ഹുക്കുമ്, അല്ലെ? നോമ്പ് മുറിയില്ല എന്നുള്ള ഹുക്കുമിൽ ഹംലുൽ അസ്ൽ അലൽ ഫർ ഫി ഹുക്മിൻ ലിജാമിഇൻ ബൈനഹുമ, ലിജാമിഇൻ ബൈനഹുമ കാരണം പിന്നെ ഇത് രണ്ടിനും ഉണ്ടല്ലോ, രണ്ടിനും ഒരു ഇല്ലത്തുണ്ട്, കാരണമുണ്ട്. കാരണം എന്താ? കാരണം ഈ കൊപ്പിളിക്കൽ എന്ത് ചെയ്യുന്നില്ല, നോമ്പിനെ സ്വാധീനിക്കുന്നില്ല, നോമ്പിന്റെ പിന്നെ സിഹത്തിനെ സ്വാധീനിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ചുംബനം എന്ത് ചെയ്യുന്നില്ല, അത് നോമ്പിന്റെ സിഹത്തിനെ പിന്നെ സ്വാധീനിക്കുന്നില്ല. ഒരു പിന്നെ അമിതമായൊരു വികാര പ്രകടനമോ അതിനെ തുടർന്ന് സ്ഖലനമോ ഒന്നും നടക്കണില്ല, ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഇല്ലത്ത്. അതുകൊണ്ട് തന്നെ നോമ്പ് മുറിയില്ല എന്നുള്ള ഹുക്കുമിൽ ഉണ്ടല്ലോ അസ്ലും ഫറവും ഒരുപോലെ. അസ്ലും ഫറവും അസ്ൽ എന്താണ്? ഈ തെളിവ് വന്നതാണ്. ഫറ എന്താണ്? തെളിവ് ഇല്ലാത്തൊരു വിഷയം. ഏത്? ഇപ്പൊ ചുംബിച്ച വിഷയം. ഉദാഹരണം, മദ്യപാനം ഇസ്ലാമിൽ പാടുണ്ടോ? ഇല്ല. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫജ്തനിബു, മദ്യം നിങ്ങൾ ഒഴിവാക്കണം. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് എന്ന് പറഞ്ഞില്ലേ? ഫജ്തനിബു, മദ്യം നിങ്ങൾ ഒഴിവാക്കണം. അപ്പൊ മദ്യത്തിന്റെ വിഷയത്തിലുണ്ട്, തെളിവുണ്ട്, അസ്ലുണ്ട്, അല്ലേ? പക്ഷെ ഇന്ന് ആധുനികതയിൽ ഒരു ലഹരി പദാർത്ഥം കൊണ്ടുവരുന്ന ഒരു ഹഷീഷ് ഉദാഹരണത്തിന്, ഈ ഹഷീഷിന്റെ വിഷയത്തിൽ ഖംറിന്റെ വിഷയത്തിൽ പോലെ തെളിവില്ല, പാടില്ല എന്നുള്ളതിന് തെളിവില്ല. അപ്പൊ എന്താണ്? തെളിവില്ലാത്തതാണ് എന്ത്? ഫറ. മദ്യത്തിന്റെ ഹുക്കം എന്താണ്? ഹറാമാണ്. അപ്പോ ഈ ഫറഇനെ ഈ ഹംലിൽ അസ്ലിൽ അതിനോട് ചേർക്കും. ഏത് കാരണം വെച്ച്? എന്താ കാരണം? ഇത് ഹറാമാക്കാൻ എന്താ കാരണം? ലഹരിയാണ്. ആ ലഹരി എവിടെയുണ്ട്? ഇവിടെയുണ്ട്. അപ്പൊ ലഹരിയുടെ വിഷയത്തിൽ, ഇല്ലത്ത് കാരണത്തിന്റെ വിഷയത്തിൽ അസ്ലും ഫറവും ഒക്കെ ഉണ്ട്. അപ്പോ ഹുക്കും നിഷിദ്ധം എന്നതിൽ എന്ത് ചെയ്യാണ്? ഈ ഫറഇനെ അസ്ലിനോട് സാധാരണ ചെയ്യാണ്, താരതമ്യം ചെയ്യണം. അതാണ് ഖിയാസ്. അതാണെന്ത്? ഖിയാസ്. ഉസൂൽ ഫിഖ് ആണ്. കുറെ കാലം പഠിച്ച വലിയൊരു വിഷയമാണത്, ഖിയാസ്. നമ്മുടെ ദീനിൽ ദലീലാണ്. കിതാബ് പോലെ സുന്നത്ത് പോലെ ഖിയാസ് ദലീലാണ്. ഒരു വിഭാഗം ഖിയാസ് ദലീലല്ല എന്ന്. അതിൽപ്പെട്ടതാണ് ദാവൂദ് ബാഹിരി, ബാഹിരിയ മദ്ഹബ്, അങ്ങനെ ചില ഫുഖാക്കളൊക്കെ ഖിയാസ് തെളിവേ അല്ല. അതിന് അവരതിൻ്റെതായ തെളിവുകൾ പറയുന്നുണ്ട്. അള്ളാഹു പറഞ്ഞ എന്താ? ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂ ഇലല്ലാഹി വറസൂൽ. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കാനാണ്, ഖിയാസിക്ക് മടക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ തെളിവുകളൊക്കെ ആയിട്ടാണ് അവർ പോണത്. വേറെയും തെളിവുകളുണ്ട്. പക്ഷേ ഖിയാസ് നമ്മുടെ ദീനിൽ തെളിവാണ്. ഖിയാസിന് അടിസ്ഥാനമുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് എന്ത്? ഇത് റസൂലുള്ള ഖിയാസ് നടത്തിയത്. പിന്നെ തെളിവാണെന്ത്? തെളിവുകളിൽ ഒന്നാണെന്ത്? ഇത്. ഇവിടെ അള്ളാഹു ഖിയാസ് ചെയ്യല്ലേ ചെയ്യണേ? എവിടെ? എങ്ങനെ ഖിയാസ്? ആ മയ്യത്തിൽ നിന്ന് അള്ളാഹു ഈ ദുനിയാവിൽ മയ്യത്തിൽ നിന്ന് ഹയ്യിനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് ബഹുമുഖങ്ങളാണ്. നമ്മളതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ? അതേപോലെ യുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മയ്യത്തിനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കേസല്ല. പിന്നെയോ ഇവിടെ നൈരന്തര്യം തുടരുന്ന കേസാണ്, അല്ലെ? പിന്നെ യുഹ്യിൽ അർദ ബഅദ മൗതിഹ, നിർജീവമായ ജീവനറ്റ മണ്ണിനെ മഴ പെയ്യിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സജീവമാക്കുന്നു. അത് ഇവിടെ നൈരന്തര്യം നടക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലേ? അപ്പൊ ഇത് ഇവിടെ ഇതെന്താണ്? ഇത് അസ്ലാണ്. ആ അസ്ലിലേക്ക് ഇവിടെ ഇവർ നിഷേധിക്കുന്ന ഒരു വിഷയം എന്താണ്? മരിച്ച മനുഷ്യന് ഉയർത്തെഴുന്നേൽക്കുകയോ പുനർജന്മം ഉണ്ടാകുകയോ എന്നുള്ള വിഷയമാണ്. മനസ്സിലായി? അതിവിടെ എന്താണ്? അതാണ് മനസ്സിലായില്ലേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എങ്ങനെ ചെയ്യുന്നു അതേപോലെ ഇതും ചെയ്യും. മനസ്സിലല്ലേ? ഇതാണ് അതിലെ ഖിയാസ്. ഇത് പിന്നെ ധാരാളം തെളിവുകൾ ഒരു തെളിവായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ഡിതന്മാരുടെ വിഷയത്തിൽ ഉണർത്തിയിട്ടുണ്ട്. ഖിയാസിന്റെ പ്രാമാണികതയുടെ വിഷയത്തിൽ. നമുക്കതിന്റെ ബാക്കി അടുത്ത ആയത്തിന്റെ ഭാഗം പറയുമ്പോൾ, ഖിയാസ് ഇല്ല എന്ന് പറയുന്നവരും ഒരർത്ഥത്തിൽ ഖിയാസിന് എന്ത് ചെയ്യേണ്ടി അവർക്ക് സമ്മതിക്കേണ്ടി വരും. അവരെല്ലാം കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കാനാണ്. അപ്പൊ കിതാബിൽ അള്ളാഹു ഖംറിനെ എന്ത് ചെയ്തിട്ടുണ്ട്?
പിന്നെ നിഷിദ്ധാക്കിയിട്ടുണ്ട്. ഖംറിനെ പോലെ തന്നെയാണ് ലഹരിയുടെ വിഷയത്തിൽ ഇതൊക്കെ, അപകടത്തിന്റെ വിഷയത്തിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്യും. ആയത്തോതിയിട്ട് എന്ത് ചെയ്യും, അവർ ഇതാക്കും. അവിടെ ഖിയാസുണ്ട്. ഇതിനൊക്കെ ഇതിനെ നിഷേധിക്കാനും ചില കാരണങ്ങളുണ്ട്. ഖിയാസിനെ നിഷേധിക്കാനും ചില കാരണങ്ങളുണ്ട്. അത് ഈ അഖീദയുമായി ബന്ധപ്പെട്ട അള്ളാന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ടതായ ചില വിഷയങ്ങളാണ്. അത് പിന്നീട് നമ്മൾ പറയേണ്ട ഒരു വിഷയമാണ്. പറയാം ഇൻഷാ അല്ലാഹ്.